ഓഗസ്റ്റ് 30 വിശുദ്ധ എവുപ്രാസ്യമ്മ. ജനനം 1877 ഒക്ടോബർ 17 തൃശ്ശൂർ അരണാട്ടുകരയിൽ. മരണം 1952 ഓഗസ്റ്റ് 29 ഒല്ലൂരിലെ സെൻറ് മേരീസ് കോൺവെൻറ്റിൽ 74-ാമത്തെ വയസ്സിൽ. ലീമയിലെ വിശുദ്ധ റോസിൻ്റെ ബഹുമാനാർത്ഥം മാമോദീസയിൽ അവൾക്ക് റോസ എന്ന നാമം നൽകപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ആഴമായ ഭക്തിയാൽ മുദ്രിതമാക്കപ്പെട്ട ഒരു വിശുദ്ധിയുടെ പാതയിലേക്കാണ് അവളുടെ ഭക്തയായ അമ്മ അവളെ ബാല്യത്തിലെ കൈപിടിച്ച് നടത്തിയത്. 9-ാം വയസ്സിൽ റോസ തൻ്റെ കന്യാത്വം തൻ്റെ പ്രിയനാഥനായ യേശുവിന് പ്രതിഷ്ഠിച്ചു. പരിശുദ്ധ കന്യകയുടെ ക്ഷണപ്രകാരം അവൾ കർമ്മലീത്ത സഭയിൽ പ്രവേശിച്ചു. റോസ സീറോ മലബാർ സഭയുടെ കീഴിൽ ആദ്യ തദ്ദേശീയ മഠമായ കർമ്മലമാത കോൺഗ്രിഗേഷൻ്റെ ബോർഡിംഗ് സ്കൂളിൽ പഠനം പൂർത്തിയാക്കി. 1897 മെയ് 10 റോസ ശിരോവസ്ത്രം സ്വീകരിച്ചു. അതോടൊപ്പം റോസ എന്ന പേര് മാറ്റി ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ സിസ്റ്റർ എവുപ്രാസ്യ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. 1898 ജനുവരി 10 അവൾ കർമ്മലീത്ത സഭാവസ്ത്രം സ്വീകരിച്ചു. 1904 മുതൽ 1913 വരെ സെൻറ് ജോസഫ് കോൺവെൻറ്റിൽ നോവിസ് മിസ്ട്രസ് ആയിരുന്നു. 1913 മുതൽ 1916 വരെ ഒല്ലൂർ സെൻറ് മേരീസ് കോൺവെൻറ്റിൻ്റെ മദർ സുപ്പീരിയറായി സേവനമനുഷ്ഠിച്ചു. എവുപ്രാസ്യ തൻ്റെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി ദൈവസ്നേഹത്തിൽ അതുല്യയായി മാറി. അവളുടെ സഹോദര സ്നേഹം കാരണം മറ്റുള്ളവരുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് സഹായിച്ചിരുന്നു. ഓരോ ചെറിയ സഹായം എവുപ്രാസ്യയ്ക്ക് ലഭിക്കുമ്പോഴും അവൾ ഈ വാക്കുകളിൽ നന്ദി പറയുമായിരുന്നു: മരിച്ചാലും മറക്കില്ലാട്ടോ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിരന്തരം ചെലവഴിച്ചിരുന്നതുകൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരി എന്നും, കയ്യിലെപ്പോഴും ജപമാല വെച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയുടെ അമ്മ എന്നുമാണ് എവുപ്രാസ്യ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നത്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി അവൾ നിരന്തരം പ്രാർത്ഥിക്കുകയും പരിത്യാഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ശക്തി ക്ഷയിച്ച് പരിക്ഷീണിതയായ എവുപ്രാസ്യ 1952 ഓഗസ്റ്റ് 29 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1988 എവുപ്രാസ്യയുടെ നാമകരണ നടപടികൾ ആരംഭിച്ചു. ഒല്ലൂരിലെ മര ഉരുപ്പടികളുടെ പോളിഷിംഗ് ജോലി ചെയ്തിരുന്ന തോമസ് തരകൻ എന്ന വ്യക്തിക്ക് ക്യാൻസറാണെന്നും ഉടനടി സർജറിക്ക് തയ്യാറാകണമെന്നും തൃശ്ശൂരിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്നും റിപ്പോർട്ട് വന്നു. ഓപ്പറേഷന് തൊട്ടു മുമ്പ് ചെയ്ത സ്കാനിങ്ങിൽ രോഗത്തിൻ്റെ പൊടി പോലും കാണുവാൻ സാധിച്ചില്ല. തോമസിൻ്റെ സഹോദരി റോസി പറയുന്നു: ഞങ്ങൾ എവുപ്രാസ്യമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിരുന്നു. ഈ സാക്ഷ്യമാണ് എവുപ്രാസ്യമ്മയുടെ വിശുദ്ധീകരണ നടപടിയിലേക്ക് നയിച്ച ആദ്യ സാക്ഷ്യം. മറ്റൊരത്ഭുതം, പോട്ടയിലെ ധന്യ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശശികുമാറിൻ്റെ പേഷ്യൻ്റായിരുന്ന 7 വയസ്സുള്ള ജൂവൽ എന്ന ആൺകുഞ്ഞിൻ്റെ തൊണ്ടയിലെ ക്യാൻസർ അത്ഭുതകരമായി സുഖപ്പെട്ടതാണ്. നിർധന കുടുംബത്തിലെ കുട്ടിയുടെ വല്യമ്മയാണ് എവുപ്രാസ്യമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചത്. ആ രോഗസൗഖ്യത്തെ തുടർന്ന് അനേകം ഡോക്ടേഴ്സ് ആ കുഞ്ഞിനെ വിശദമായി പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. 2006 ഡിസംബർ 3 എവുപ്രാസ്യ വാഴ്ത്തപ്പെട്ടവളായി. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വചനം കൊളോസോസ് 3-13 വാക്യങ്ങൾ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. വിചിന്തനം. മാതാവിൻ്റെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും അതീവ ഭക്തിയായിരുന്ന എവുപ്രാസ്യമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: എൻ്റെ ദിവ്യരക്ഷിതാവേ, മനുഷ്യഹൃദയങ്ങളിൽ അവിടുന്ന് തിരസ്കൃതനാകുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. സ്വർഗരാജ്ഞി, ഞാൻ അങ്ങേപ്പക്കൽ വന്നു ചേരുന്നത് വരെ എന്നെ കൈവിടരുതേ.